ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 32-ാം വാക്യം. അവർ ജെറുസലേമിലേക്കുള്ള വഴിയെ നടക്കുകയായിരുന്നു. ഈശോ അവരുടെ മുൻപിൽ നടന്നിരുന്നു. പീഡാനുഭവത്തിലേക്കുള്ള, മരണത്തിലേക്കുള്ള ഈശോയുടെ യാത്രയില് അവരുടെ മുൻപേ നടന്നിരുന്ന ഈശോയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ഈ ഒരു മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തില് പ്രാവർത്തികമാക്കുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയും അത് തന്നെയായിരുന്നു അല്ലെ. അവൻ പറയുക മാത്രമല്ല, തന്റെ ജീവിതത്തില് എല്ലാം ചെയ്ത് കാണിച്ചു തരുവാനായിട്ട് അവൻ തയ്യാറായി. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഒത്തിരിയേറെ കാര്യങ്ങള് നമ്മൾ പറയുന്നുണ്ട്, എന്നാൽ ജീവിത മാതൃകയിലൂടെ അത് കാണിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നു. ഈശോ പറഞ്ഞതൊക്കെയും കാണിച്ചു തന്നിട്ടുണ്ട് അല്ലെ. ജെറുസലേമിലേക്കുള്ള യാത്രയാ. എന്തിലേക്കാ? തന്റെ മരണത്തിലേക്ക്, പീഡാസഹനത്തിലേക്കുള്ള യാത്രയിലും അവൻ മുൻപേ നടക്കുകയാ. കാരണം തന്റെ പിതാവ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം സന്തോഷത്തോടുകൂടി നിർവഹിക്കുക. പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുവാനായിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം മുൻപേ നടക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈ ഒരു യാത്ര നമ്മുടെ ജീവിതത്തിനും ഉണ്ടാവണം. ഈശോയെ പോലെ പറയുന്നത് പാലിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എന്റെ പിതാവായ ദൈവം എന്നോട് പറയുന്നത് സന്തോഷത്തോടുകൂടി നിർവഹിക്കാനായിട്ട് സാധിക്കണം. അതിനുവേണ്ടി സഹനമേൽക്കേണ്ടതായിട്ട് വരാം, പീഡക ജീവിതത്തിൽ ഏൽക്കേണ്ടതായിട്ട് വരാം, ഒറ്റപ്പെട്ടു പോയേക്കാം, മനുഷ്യർ നമ്മളെ നിന്ദിച്ചേക്കാം. പക്ഷേ അവിടെയൊക്കെ വീണു പോകാതെ ദൈവവചനത്തിനു വേണ്ടി നിലകൊള്ളാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും നമുക്ക് ഇന്ന് പറ്റുന്നില്ലത്. നമ്മളൊക്കെ പറയുന്നുണ്ട്, പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആരംഭിക്കും. പക്ഷെ മറ്റുള്ളവർ നമ്മളെ സഹകരിക്കാതെ വരുമ്പോൾ, മറ്റുള്ളവർ നമ്മളെ എതിർക്കുമ്പോൾ, ജീവിതത്തില് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ വചനത്തെ പ്രതി നമുക്കൊക്കെ ഉണ്ടാകുമ്പോൾ പല കാര്യങ്ങള് നമ്മൾ നിർത്തിപ്പോയിട്ടുണ്ട് അല്ലെ. തുടങ്ങിയ ചില നന്മകളൊക്കെ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കാതെ വരുമ്പോൾ, മറ്റുള്ളവർ പ്രശംസിക്കാതെ വരുമ്പോൾ നിർത്തി കടന്നു പോകുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. പറയുന്നുണ്ട്, ചെയ്യാൻ പറ്റുന്നില്ല. ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? മറ്റുള്ളവരുടെ പ്രശംസ വേണം, മറ്റുള്ളവരിൽ നിന്നുള്ള ബഹുമാനം വേണം. ഇത് കിട്ടാതെ വരുമ്പോൾ തുടങ്ങിയ നന്മകൾ പോലും പലപ്പോഴും നമ്മൾ നിർത്തിവെക്കുകയാണ്. ഈശോയുടെ ജീവിതത്തിൽ അങ്ങനെയല്ല. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും സഹനം ഏറ്റെടുക്കാനായിട്ട് അവൻ തയ്യാറായി. മുൻപേ നടക്കുകയാ. അവന്റെ ജീവിത മാതൃകയിൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന്റെ പരമാവധി വേദന സഹിച്ച് എന്റെ ഈശോ കടന്നുപോയി. എന്തിനാ? നമുക്കൊക്കെ ഒരു മാതൃക നൽകാനായിട്ടാ. നീ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നിന്റെ ജീവിതത്തില് നീയും സഹനമേൽക്കേണ്ടതായിട്ട് വരാം. നിന്റെ ജീവിതം നീ ബലിയായിട്ട്, കാഴ്ചയായിട്ട് അർപ്പിക്കേണ്ടി വരാം. നിന്റെ ജീവിതത്തിലെ അവസാന തുള്ളി രക്തം വരെ നീ നിന്റെ ദൈവത്തിന് വേണ്ടി ഒഴുക്കേണ്ടി വരാം. പക്ഷെ അവിടെയൊന്നും നീ വീണു പോകരുത്. സ്നേഹമുള്ളവരെ, എൻ്റെ ഈശോ എനിക്ക് നൽകുന്ന ഈ ഒരു മാതൃക എൻ്റെ ജീവിതത്തില് എത്രമാത്രം സ്വീകരിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. നോമ്പിന്റെ അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ പ്രവേശിക്കുക അല്ലെ. അടുത്ത ആഴ്ച വിശുദ്ധവാരമാണ്. അതിലേക്ക് പ്രവേശിക്കുമ്പോൾ എൻ്റെ ഈശോ പറയുന്നത്, നീ ഒന്ന് ചിന്തിക്കേ, നീ ഒന്ന് ആത്മശോധന ചെയ്യേ. നിന്റെ ജീവിതത്തില് ദൈവവചനം നീ കേൾക്കുന്നുണ്ട്, നീ പറയുന്നുണ്ട്, നീ അതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? ആ വചനത്തിന് വേണ്ടി നിന്റെ ജീവിതത്തില് നീ ത്യാഗം ഏറ്റെടുക്കുന്നുണ്ടോ? നിന്റെ ജീവിതത്തില് നീ മുൻപേ നിന്ന് ആ വചനം അനുസരിച്ച് മറ്റുള്ളവർക്ക് മാതൃക നൽകുന്നുണ്ടോ? സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും നല്ല മാതൃക നൽകുന്ന ഒരു ജീവിതമായിക്കൊള്ളട്ടെ. ഈശോയെ പോലെ ദൈവവചനത്തിന് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് മുൻപേ നടന്ന് മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് നയിക്കാനായിട്ട്, സഹനങ്ങളിൽ വീണു പോകാതെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടി തമ്പുരാന്റെ കരം പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.